എല്ലാവർക്കും മല്ലു ബിഗ് ബോസ് ടോക്സിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ ഈ സീസൺ 7-ൽ സംഭവിച്ച ഏറ്റവും കടുപ്പമേറിയതും എന്നാൽ ന്യായീകരിക്കാനാവാത്തതുമായ ഒരു ഞെട്ടിക്കുന്ന പുറത്താക്കലിനാണ് ഇന്ന് രാത്രി ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിക്കുന്നത്. ലാലേട്ടന്റെ ഇന്നത്തെ സാറ്റർഡേ എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞതിന് പിന്നാലെയാണ് ഈ ഞെട്ടിക്കുന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ 8ാം വാരത്തിൽ പ്രേക്ഷകരുടെ വോട്ടിംഗ് ഫലങ്ങളെ മാത്രം ആശ്രയിച്ചുള്ള സാധാരണ പുറത്താക്കലായിരുന്നില്ല അരങ്ങേറിയത്. മറിച്ച് നിയമലംഘനങ്ങൾ ആവർത്തിച്ചതിന്റെ പേരിലാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മോഹൻലാൽ നേരിട്ട് ഈ പുറത്താക്കൽ നടത്തിയത്. പുറത്തായ മത്സരാർത്ഥി മറ്റാരുമല്ല, ആദിലയാണ്. ആദിലയും നൂറയും ഒരു കോണ്ടസ്റ്റന്റായി വന്നു 2 മത്സരാർത്ഥികളായി മാറിയ താരങ്ങളാണ് ഈ ബിഗ് ബിസിൽ. മത്സരാർത്ഥികൾ ടാസ്ക് സീരിയസായി എടുക്കാതെ കുളമാക്കാൻ ശ്രമിച്ചതിൽ ലാലേട്ടൻ അതീവ ദേഷ്യത്തിലായിരുന്നു. കളി കുളമാക്കിയവർക്കുള്ള മറുപടിയുമായി ലാലേട്ടൻ എത്തിയപ്പോൾ മിക്കവാറും അനീഷിനും ആദിലയ്ക്കും കടുത്ത പണി കിട്ടാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ആദിലയുടെ പല പ്രവർത്തികളും ഈ ആഴ്ച ബിഗ് ബോസിന് കടുത്ത അതൃപ്തി വരുത്തിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് വെസൽ വിവാദമായിരുന്നു. വെസൽ കഴുകാനായിട്ട് പറ്റില്ല എന്ന് ആദില പറഞ്ഞതും അത് സംബന്ധിച്ച് അനീഷുമായി വഴക്കും പിടിവലിയും ഉണ്ടായതും ബിഗ് ബോസും ലാലേട്ടനും ഏത് രീതിയിലാണ് എടുക്കുക എന്ന ആകാംക്ഷയുണ്ടായിരുന്നു. പിന്നീട് ജ്യൂസ് വിതരണം ടാസ്കിന്റെ ഇടയിൽ ജയിലിൽ കിടന്ന നെവിനൊക്കെ ജ്യൂസ് എടുത്തുകൊണ്ട് കൊടുത്തതും അതുപോലെ ഷാനവാസിന്റെ അടുത്ത് കൊണ്ടുപോയതും ബിഗ് ബോസിന് നല്ല ദേഷ്യം വന്ന പ്രവൃത്തിയായിരുന്നു. ടാസ്ക് സീരിയസ് ആയിട്ട് എടുക്കാതെ കുളമാക്കാൻ ശ്രമിച്ച സകലരെയും തൂക്കാനുള്ള ചാൻസാണ് കാണുന്നത് എന്ന് സൂചനയുണ്ടായിരുന്നു. മറ്റൊന്ന് അനീഷുമായുള്ള വഴക്കുകളായിരുന്നു. അനീഷിന്റെ കുപ്പികൾ തട്ടിയിട്ട് വെള്ളമൊഴിച്ചു കളഞ്ഞതും അനീഷിനെ തല്ലിയെന്ന ആരോപണം ജയിൽ നോമിനേഷന് കാരണമായതും ഈ വിഷയങ്ങളെല്ലാം ലാലേട്ടൻ ഉന്നയിക്കുന്നുണ്ട്. ആദിലയെ സംബന്ധിച്ചിടത്തോളം നൂറേക്കാൾ കൂടുതൽ ജെനുവിനായതും റിയലായതുമായ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. പെട്ടെന്ന് ആൾക്കാരുമായി കണക്ട് ആവുകയും ജയിലിൽ പോയ ശേഷം അനീഷിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുകയും ചെയ്തത് പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ നിയമലംഘനങ്ങളുടെ കാര്യത്തിൽ ലാലേട്ടൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. ടാസ്ക് നിയമങ്ങളെ ധിക്കരിച്ച് ജയിലിലുള്ളവർക്ക് ആഹാരം നൽകിയതും വെസൽ കഴുകില്ലെന്ന വാശി പിടിച്ചതുമടക്കമുള്ള കാര്യങ്ങൾ മോഹൻലാൽ കർശനമായി ചോദ്യം ചെയ്തു. ഇന്നത്തെ എപ്പിസോഡിൽ വോട്ടിംഗ് ഫലങ്ങൾ പരിഗണിക്കാതെയാണ് ആദിലയ്ക്ക് എലിമിനേഷൻ നേരിടേണ്ടി വന്നത്. ഇത് മറ്റു മത്സരാർത്ഥികളെ പൂർണ്ണമായും ഞെട്ടിച്ചു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അനീഷിനെ മനസ്സിലാക്കി അടുപ്പം കാണിച്ചിരുന്ന ആദിലയുടെ ഈ പുറത്തുപോക്ക് പലരുടെയും കണ്ണു നനയിച്ചു. ഇത് നൂറയ്ക്ക് ശരിക്കും ഒരു അടിയായിട്ടുണ്ട്. ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും അപ്രതീക്ഷിതവും നാടകീയവുമായ പുറത്താക്കലായി ഇത് മാറിയിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. എന്തായാലും ആദിലയുടെ ഈ വിടവാങ്ങൽ മറ്റു മത്സരാർത്ഥികളുടെ ഗെയിമിനെ എങ്ങനെ ബാധിക്കുമെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. ബിഗ് ബോസിന്റെ ഈ പുറത്താക്കൽ നടപടിയെപ്പറ്റി നിങ്ങൾക്കെന്ത് തോന്നുന്നു? അതുപോലെ നൂറ ഇനി ഒറ്റയ്ക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കുമെന്നാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കും എക്സ്ക്ലൂസീവ് വാർത്തകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.